ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. പഴനി വ്ലോഗിലെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിൻ്റെ അന്നാണ് ഞങ്ങൾ ഭഗവാനെ കാണാനായിട്ട് മല കയറുന്നത്. അങ്ങനെ ഇതേ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി. സമയം ഏകദേശം ഒരു 6:30-7 മണി സമയമാണ് കേട്ടോ. പെട്ടെന്ന് വെട്ടമൊക്കെ വീണിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞങ്ങൾ 4 പേരും പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഞാൻ തലേദിവസം പോയി എടുത്താണ് കേട്ടോ. പഴനിയിലോട്ട് പോകുന്നതിൻ്റെ തലേദിവസം ഓട്ടിപ്പോയി എടുത്തതാണ്. രാജേശ്വരനും അതുപോലെ തന്നെയാണ്. മക്കൾക്ക് പിന്നെ നേരത്തെ ഒരു 3-4 ജോഡിയോളം എടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ അച്ഛനും മോനും മുട്ടയൊക്കെ അടിച്ച് നിറച്ച് കളഭമൊക്കെ ചാർത്തിയിട്ട് കാവടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ദേ മൊബൈൽ ഫോൺ വെക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്ക് മേളിലോട്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ ഫോൺ വെച്ചിട്ട് വേണം ഇനി മുകളിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് കിടന്ന് കേട്ടോ. നല്ല ക്ഷീണമായിപ്പോയി. എനിക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിനൊക്കെ നല്ല ആവശ്യത്തിലേറെ വേദന ഉണ്ടായിരുന്നു. അങ്ങനെ മേളിലൊക്കെ കയറി ഭഗവാനെയൊക്കെ കണ്ട് അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ റൂമിൽ വന്നു. നമുക്ക് മേളിലോട്ട് ഫോൺ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അത് ഈ കുറച്ച് നാളായിട്ട് വന്നൊരു നിയമമാണ്. അപ്പോൾ ഒരുപാട് മാറ്റം വന്നു കേട്ടോ. നമ്മുടെ പഴനിയിൽ അടിവാരത്ത് കച്ചവടക്കാരില്ല. സത്യം പറഞ്ഞാൽ സമാധാനമായിട്ട് നമുക്ക് മുകളിലോട്ട് കയറാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കച്ചവടക്കാരുടെ ഒരു ബഹളം ഇല്ല. എന്തായാലും ഇതാണ് നമ്മൾ റൂം എടുത്ത സ്ഥലം. ദണ്ഡപാണി നിലയം എന്നാണ്. കണ്ടോ, നിറച്ച് വണ്ടി കിടപ്പുണ്ട്. കൂടുതലും കാറും ജീപ്പും ഒക്കെ ഉള്ള ആളുകളാണ് കേട്ടോ ഇവിടെയൊക്കെ വന്ന് റൂം എടുക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും നല്ല വൃത്തിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്ര വലിയ ചാർജും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ഏകദേശം 300 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ചാർജ്. ഓരോ ലെവൽ കൂടുന്നതനുസരിച്ച് AC ഒക്കെ ഉണ്ട് കേട്ടോ. ചൂടുവെള്ളം കിട്ടുന്നത് AC ഉള്ള എല്ലാം ഉണ്ട് കേട്ടോ ഈ ദണ്ഡപാണി നിലയത്തിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ വന്ന് റൂം എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ 500 രൂപയുടെ റൂമാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഭഗവാനെയൊക്കെ കണ്ട് തിരിച്ച് റൂമിൽ വന്ന് ഫോണൊക്കെ എടുത്തതിന് ശേഷം പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. സമയം 1 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോൾ വന്നാലും ഭക്ഷണം കഴിക്കുന്നത് ഈ ഒരു ഹോട്ടലിൽ വന്നിട്ടാണ്. എപ്പോൾ വന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണൻകുട്ടനെയും കൊണ്ട് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത് മുട്ടയടിക്കാനായിട്ട് കേട്ടോ. കണ്ണൻകുട്ടൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾ ട്രെയിനാണ് ഇതുപോലെ വരുന്നത്, നമ്മൾ പഴനിയിൽ വരുന്നത്. അപ്പം ഞങ്ങളൊരു ഊണാണ് പറഞ്ഞത്. ഇന്ന് തിരുവോണമൊക്കെ അല്ലേ. ഇപ്പോൾ ഒരു ചെറിയ സദ്യ, മിനി സദ്യ എന്നൊക്കെ പറയാം. അവിയലുണ്ട്, സാമ്പാറുണ്ട്, തോരനുണ്ട്, അച്ചാറുകളുണ്ട്, പായസമുണ്ട്, പപ്പടമുണ്ട്, എല്ലാം കൂടിയായിട്ട് 2 ഊണാണ് കേട്ടോ വാങ്ങിച്ചത്. കാരണം പൊന്നുകുട്ടിയും അച്ഛനും കൂടെ ഷെയർ ചെയ്യും, ഞാനും കണ്ണൻകുട്ടനും കൂടെ ഷെയർ ചെയ്യും. ആ രീതിയിലാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് അധികം, എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം അധികം വേണ്ട സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീമും ഒക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങി. സത്യം പറഞ്ഞാൽ ഈ 1 മണി സമയത്ത് 2 മണി സമയത്തൊന്നും നമ്മൾ പഴനിയിൽ കറങ്ങാൻ ഇറങ്ങരുത് കേട്ടോ. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് വെച്ചാൽ നട്ടപ്പാറ വെയിലില്ല, നട്ടുച്ച വെയിലെന്നൊക്കെ പറയത്തില്ല, അമ്മാതിരി വെയിലായിരുന്നു കേട്ടോ. ആർക്കും തൊപ്പിയില്ല, ഒന്നുമില്ല, ഒരു കുട പോലും ഇല്ല. സത്യം പറഞ്ഞാൽ അടിവാരത്തിൽ തിരക്ക് കണ്ടോ. ഞങ്ങൾ കയറിയപ്പോഴൊന്നും ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്കൊന്ന് ഫ്രീ എൻട്രൻസ് വഴിയാണ് ഞങ്ങൾ കയറുന്നത്. നമ്മൾ പൈസ കൊടുത്തൊന്നും കയറാറില്ല. 100 രൂപ കൊടുത്ത് കയറിയിട്ടുണ്ട്. കണ്ണൻകുട്ടനെ ആദ്യമായിട്ട് പോയപ്പോൾ ഞങ്ങൾ 100 രൂപ ചാർജ് കൊടുത്താണ് കയറിയത്. പക്ഷേ എനിക്ക് നഷ്ടമായിട്ടാണ് തോന്നിയത്. കാരണം ഭഗവാനെ അങ്ങനെ നമുക്ക് കാണാൻ പോലും വലിയ രീതിയിൽ സാധിച്ചില്ല. കണ്ടു, പക്ഷെ നമുക്ക് അങ്ങ് ഫ്രീ എൻട്രൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥലം തൊട്ട് അങ്ങോട്ട് ഭഗവാനെ കണ്ടുപോകാം. ഇച്ചിരി ദൂരത്താണെങ്കിലും ഭഗവാനെ കണ്ടുപോകാനായിട്ട് സാധിക്കും. എനിക്ക് ഫ്രീ എൻട്രൻസ് വഴി കയറാനാണ് കേട്ടോ ഇഷ്ടം. അധികം നേരം ക്യൂ നിൽക്കേണ്ട, ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഓടി കയറാനും കാണാനും ഒക്കെ സാധിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള കച്ചവടം എന്ന് പറഞ്ഞാൽ അടിവാരത്തിൻ്റെ അവിടെ നിന്ന് നേരെ കിടക്കുന്ന വഴിയിലാണ് കേട്ടോ. എനിക്ക് കിഴക്കും പടിഞ്ഞാറും ഒന്നും ഇവിടെ അറിയത്തില്ല കേട്ടോ. ഇത് എന്ത് ഇതാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇവിടുത്തെ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അടിവാരത്തിൻ്റെ അവിടെ നിന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ, അടിവാര ഗണപതി ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അവിടെ നിന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ കച്ചവടക്കാർ ഇരിക്കുന്ന കച്ചവടക്കാരുടെ ഏരിയയാണ്. ആ ഭാഗത്താക്കി ഇപ്പം ഏരിയ കേട്ടോ, കച്ചവടത്തിൻ്റെ ഏരിയ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഈ
പഴനിയിൽ പോകുമ്പോഴത്തേക്കും. കാരണം ഇവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറ്റിക്കുന്നതൊക്കെ പോലെയായിട്ടൊക്കെ തോന്നും കേട്ടോ. പണ്ട് പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അമ്മയായിട്ട് പോയപ്പോഴേ 5 രൂപ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് കയ്യിൽ വന്നു കഴിയുമ്പോൾ 50 രൂപ മേടിക്കുക, വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല മേടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ. നമ്മൾ ഒരിക്കലും ഇവർ നീട്ടുന്ന സാധനങ്ങൾ കൈകൊണ്ട് മേടിക്കുകയൊന്നും ചെയ്തത്. മേടിച്ചു കഴിഞ്ഞാൽ ഇവർ അത് മേടിക്കാതെ, പൈസ കൊടുത്ത് മേടിക്കാതെ ഇവർ മാറത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എനിക്കല്ല അമ്മയ്ക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ഏതെങ്കിലും കടയിൽ കയറി ഞാൻ സാധനങ്ങൾ മേടിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാടൊന്നും ഞാൻ വാങ്ങിക്കത്തില്ല. പൊന്നുകുട്ടിക്ക് ഞാൻ എന്തോ മാല വാങ്ങിച്ചു, ഒരു മാല വാങ്ങിച്ചു കേട്ടോ. എന്നെ കാരണം വഴക്ക് പറയുകയും ചെയ്തു, ഈ ഒരു മാല വാങ്ങിക്കാനാണോ ഈ കടയിൽ കയറിയതെന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ പേരയ്ക്ക വാങ്ങിച്ചു, അത് മസ്റ്റാണ്. എനിക്കും രാകേഷനും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ പേരയ്ക്ക. ഇവിടെ മക്കൾ കഴിക്കത്തില്ല പേരയ്ക്ക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്തോ ബാത്റൂം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പലമാണെന്നേ തോന്നുള്ളൂ. അവിടെ എന്തോ കിണറുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് തോന്നിയില്ല, കാരണം ബാത്റൂമാണ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ. പക്ഷെ എനിക്ക് അമ്പലത്തിൻ്റെ ഒരു ഇതുപോലെ തോന്നി, പക്ഷേ അമ്പലമല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ അണ്ണന് നന്നായിട്ട് തമിഴ് അറിയാം കേട്ടോ, അതുകൊണ്ട് പിന്നെ അതിനനുസരിച്ചൊക്കെ സംസാരിക്കും, കൊഞ്ചമൊക്കെ തെരിയും. അങ്ങനെ ആ പാവ കണ്ടോ, കുഞ്ഞിലെ എനിക്ക് എൻ്റെ അപ്പൂപ്പൻ വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്ന പാവയാണ് കേട്ടോ, കളർകോട് അമ്പലത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് അങ്ങനെയൊക്കെ നടന്നത്. പൊന്നുകുട്ടിക്കൊരു പാവയെ വാങ്ങിച്ചു കൊടുത്തു, കണ്ണൻകുട്ടന് എന്തോ ഒരു കളിപ്പാട്ടവും കൂടെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ പോരുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അലഞ്ഞ് അവിടെയൊക്കെ നടന്ന് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പൊന്നുകുട്ടിക്ക് ഒരു 10 രൂപയ്ക്ക് 3-4 ബുഷ് ഒരു മാലയും വാങ്ങിച്ചു. അങ്ങനെയൊക്കെ നടന്ന് കുറേ എന്താ അവളുടെ കയ്യിൽ ഇരിപ്പുണ്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും വൈകുന്നേരം തങ്കത്തേര് കാണാനായിട്ട് കയറി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വീഡിയോ എടുത്തിടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാണ്, മുകളിലോട്ട് ഫോൺ ആരുടെയും കൊണ്ടുപോകത്തില്ല, ചെക്കിങ് ഉണ്ട് കേട്ടോ. ഇതാണ് കണ്ണൻകുട്ടന് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി വൈകുന്നേരം കയറാനായിട്ടൊന്ന് ഫ്രഷായി മേലൊക്കെ കഴുകി. ഇതേ പൊന്നുകുട്ടിയുടെയും കണ്ണൻകുട്ടൻ്റെയും ഓണക്കോടിയാണ് കേട്ടോ ഇത്. അവർക്ക് കുറേ ഓണക്കോടി കിട്ടി കേട്ടോ, 3, 4, 5 ഓണക്കോടിയാണ് 2 പേർക്കും കിട്ടിയിരിക്കുന്നത്. എല്ലാം ഒന്നും ഞാൻ ഇടിയിക്കുന്നൊന്നുമില്ല, ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി ഓരോ കാര്യങ്ങളൊക്കെ വരാകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒന്നും കൂടെ കയറാൻ പോവുകയാണ്. 5 മണി ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി മുകളിലോട്ട് കയറും. അപ്പോൾ തിരിച്ചു വരുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടും.